കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കരം പിടിച്ചു നടത്തുന്ന ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി, അവിടുത്തെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യാം. രാവിലെ അവിടുത്തെ ദയയും രാത്രി തോറും അവിടുത്തെ വിശ്വസ്തതയും വർണ്ണിപ്പാൻ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തിയെന്ന അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിന്നും കാലിനെ വീഴ്ചയെന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും നമ്മളെ കാണുമാറാക്കിയവൻ വീണ്ടും ജീവിപ്പിക്കും, ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റും. അവിടുത്തെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. കഷ്ടം വന്നിട്ട് മാറിപ്പോകുന്ന ഒരു ദൈവമല്ല. തിരുവെഴുത്ത് പറയുന്നു, കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. പ്രിയരെ, എല്ലാ തുണകളും കൂട്ടുകാരുമൊക്കെ മാറുമ്പോൾ കഷ്ടങ്ങളുടെ നടുവിൽ ഏറ്റവും അടുത്ത തുണയായി നമ്മുടെ ദൈവം ഇറങ്ങി വരും. ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്തയിടത്ത് എൻ്റെ ദൈവത്തിൻ്റെ കൈ നീട്ടും. പത്രോസ് മുങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ ബലമുള്ള കരം അവനെ പിടിച്ചു. താഴുവാൻ അനുവദിക്കത്തില്ല, നീ മുങ്ങി നിൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിൽ നീട്ടുന്ന ഒരു കരമുണ്ട് കേട്ടോ. എത്രയോ തവണ ആ കരത്തിൻ്റെ വല്ലഭത്വം അനുഭവിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കിയില്ലേ? ധൈര്യത്തോടെ പറ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. അവിടുന്ന് എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന ആഴമായൊരു ഉറപ്പ് നമ്മുടെ അകത്ത് വ്യാപരിപ്പിക്കുമെങ്കിൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ ഇന്നും പകലിലും സംഭവിക്കും. യെസ്, സൈന്യം പരാജയപ്പെട്ട ഇടത്ത് ദൈവം നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. നമുക്കറിയാം, മിസ്രൈമ്യ സൈന്യം ഏറ്റവും വലുതായിരുന്നു, ഏറ്റവും ശക്തിയുള്ളതായിരുന്നു. എന്നാൽ ആ സൈന്യം പരാജയപ്പെട്ട ഇടത്ത് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി എഴുന്നേറ്റ് മിസ്രൈമ്യ ശക്തികളെ തകർത്ത് ജയം നൽകിയെങ്കിൽ ഇന്നു പകലിലും ആ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. സ്തോത്രം. ധൈര്യത്തോടെ പറ, ആ ദൈവം എന്നെ വഴിയിലിട്ടേച്ച് പോവില്ല. അവിടുന്ന് എന്നെ മറക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. വ്യക്തിപരമായി പറ, അവിടുന്ന് എന്നോട് കൂടെയുണ്ട്. അർത്ഥമെന്താ പ്രിയരെ? ഒരു മനുഷ്യനും എൻ്റെ വരെ നമ്മോട് കൂടെ ഇരിക്കാൻ പറ്റില്ല. സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ കഷ്ടതകളും വേദനകളും സങ്കടങ്ങളും സന്താപങ്ങളും സംഘർഷങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോൾ പലരും മാറിപ്പോകുമ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങല്ലേ, ഞാൻ നിങ്ങളോട് കൂടെ ലോകത്തിൻ്റെ അവസാനത്തോളം ഉണ്ടാകും. സ്തോത്രം. മറ്റടുത്ത് പറയുന്നു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, കാരണം അടുത്ത വാക്യം, ഞാൻ ലോകത്തെ ജയിച്ചു. ലോകത്തെയും പിശാചിനെയും രോഗത്തെയും പാപത്തെയും ശാപത്തെയും ജയിച്ച ഒരുവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവിന്നു പകൽ നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മുട്ടുമടക്കുവീൻ, പ്രാർത്ഥിപ്പീൻ, ദൈവമുമ്പാകെ സമർപ്പിക്കുവീൻ, വചനം ധ്യാനിച്ച് ആത്മാവിൽ ശക്തരാകുവീൻ.
ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളെ ജയിക്കാൻ കഴിയത്തില്ലെന്ന് വചനത്തിലൂടെ വിളിച്ചു പറയാൻ ഇന്നും എനിക്ക് നിയോഗമുണ്ട്. ലേവ്യ പുസ്തകം 25 അധ്യായം അതിൻ്റെ 19 വാക്യം. ഭൂമി അതിൻ്റെ ഫലം തരും, നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും. ഇവിടെ ദൈവാത്മാവ് പറയുന്നത് ഫലം തരും. അതിൻ്റെ 18 വാക്യം ഒന്ന് വായിക്കുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണമെന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മുമ്പിലത്തെ വാക്യം നോക്കൂ. ആകയാൽ നിങ്ങൾ പരസ്പരം അന്യായം ചെയ്യരുത്, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഒന്ന്, ഭൂമി അനുഭവം തരും, നിർഭയമായി വസിക്കും, ദേശത്ത് ദൈവം നിർത്തും, ആരും നിങ്ങളെ ഓടിച്ചു കളയില്ല, നിങ്ങൾ തൃപ്തരായിരിക്കും. നമുക്കൊരു സംതൃപ്തിയുടെ അനുഭവം ഉണ്ടാവണ്ടേ? ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നത് പോലെ എപ്പോഴും ഒരു സംതൃപ്തി നമുക്കുണ്ടാവണം. ഉള്ളതിൽ സംതൃപ്തരാകണമെങ്കിൽ ഭയം മാറണം, നിലനിൽപ്പ് സ്ട്രോങ് ആവണം, ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാവണം, ആത്മാവിൻ്റെ ആരാധന ഉണ്ടാവണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, വചനത്തിന് പ്രാധാന്യം കൊടുക്കണം, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. മനസ്സിലാക്കണം. അങ്ങനെ ജീവിക്കുന്ന ഒരു ഭക്തരെ പറ്റി പറയുന്നത് പരസ്പരം ന്യായമല്ലാത്തതൊന്നും ചെയ്യരുത്, ദൈവത്തിൻ്റെ വഴിയിൽ മാത്രം നടക്കണം, അവിടുത്തെ ചട്ടങ്ങൾ പ്രമാണിക്കണം, കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണം. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ നിത്യതയിലെത്തില്ല പ്രിയരെ. ദൈവിക സമാധാനം ഒന്നുമില്ലെങ്കിലും ദൈവത്തിൻ്റെ സമാധാനം, ദൈവിക സന്തോഷം, ആത്മാവിൻ്റെ പരിവർത്തനങ്ങൾ, ചലനങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തലമുറകളിൽ വെളിപ്പെടണമോ? ദൈവഹിതമുള്ള വഴിയിൽ മാത്രം നടക്കണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തിൻ്റെ കൊടുക്കേണ്ട ബഹുമാനവും പുകഴ്ചകളും ആരാധനയും അവിടത്തേക്ക് കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ്, മറന്നു പോകരുത്. അവിടുന്ന് സർവശക്തനാണ്, നടത്തിയ ദൈവമാണ്, ഇനിയും നടത്താനും കഴിവുള്ളവനാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ടല്ല ഞാൻ നിൽക്കുന്നത്, ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടാണ്, അവിടുത്തെ കൃപ കൊണ്ടാണ്. തകർത്ത് കളയാതെ ഓരോ ദിവസവും ദൈവം നിങ്ങളെ നടത്തുന്നെങ്കിൽ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവിടെ നോക്കൂ, നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയെ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. അത് ഭാരമുള്ളതല്ല, അവൻ പറയുന്നത് പോലെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് അവൻ്റെ മക്കൾ. അങ്ങനെയുള്ളവർക്കാണ് ഈ ദൂത് വരുന്നത്. നിങ്ങളെൻ്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം, എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കുമാറാക്കും. ഒരു ശക്തിയും നിങ്ങളെ ജയിക്കില്ല. സകലത്തിന്മേലും ദൈവം നിങ്ങൾക്ക് ജയം നൽകും. പ്രൈസ് ഗോഡ്. ഭയം വരുന്നത് എന്താണെന്നറിയാമോ? ദൈവമായിട്ട് ആഴമായൊരു ബന്ധം, തികഞ്ഞ ദൈവസ്നേഹം നമ്മുടെ അകത്ത് വന്നാൽ നാളുകളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ തലമുറകളെ ഓർത്തുള്ള ഭയം ഇന്ന് പകൽ സ്വർഗമെടുത്ത് മാറ്റുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ധൈര്യമായിട്ട് പറ, എൻ്റെ ജീവിതത്തിൽ വരുന്ന സകല ഭയങ്ങളെയും പരിശുദ്ധാത്മാവെടുത്ത് മാറ്റാൻ പോകുകയാണ്. ഞാൻ നിർഭയം വസിക്കുമാറാക്കുന്ന ഒരു ദൈവം, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം, എന്നെ താങ്ങുന്ന ഒരു ദൈവം, എന്നെ കരുതുന്ന ഒരു ദൈവം, ദുഷ്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ എന്നെ നടത്തുന്ന ഒരു ദൈവം, എൻ്റെ പാതകളെ ക്രമീകരിക്കുന്ന ഒരു ദൈവം, എനിക്ക് തൃപ്തി നൽകുന്ന, സംതൃപ്തി നൽകുന്ന, ആത്മാവിലെന്നെ ശക്തീകരിക്കുന്ന, ആത്മാവിലെന്നെ സമ്പന്നരാക്കുന്ന, പ്രാർത്ഥനയുടെ ആഴത്തിൽ
ഭയത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്ന സകല ദുഷ്ടൻ്റെ ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കുന്ന രാത്രിയിലെ ഭയം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ബാധകൾ എൻ്റെ കൂടാരത്തിനടുക്കാതെ വണ്ണം എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു. ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. അവിടുത്തെ കമാൻഡുകൾ ഞാൻ അനുസരിക്കുന്നു. ഒരു ദുഷ്ടൻ്റെ തീയമ്പകളും എൻ്റെ മേലോ എൻ്റെ കുടുംബത്തിൻ്റെ മേലോ അടുക്കാതെ വണ്ണം ദൈവം ഞങ്ങളെ ദേശത്ത് ശക്തിയോടെ നടത്തുമെന്ന് വിളിച്ചു പറയാൻ എത്ര പേർ തയ്യാറുണ്ടോ? അവർ വിളിച്ചു പറ. ഞങ്ങൾ അവിടുത്തെ വഴികൾ നടക്കും, അവിടുത്തെ വഴികൾ ഞങ്ങൾ സൂക്ഷിക്കും, അവിടുത്തെ കൽപ്പനകൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും. ഈ ദൈവത്തെ വിട്ട് ഞങ്ങൾ പോകത്തില്ലെന്ന് ദാനിയേലിനെ പോലെ, ശദ്രക്കിനെ പോലെ, അബേദ്നെഗോവിനെ പോലെ, മേശക്കിനെ പോലെ, പൗലോസിനെ പോലെ ഇതിലൊക്കെ ഞങ്ങൾ പൂർണ്ണ ജയം പ്രാപിച്ചെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കുമെങ്കിൽ ദൈവം നിങ്ങളെ ഭയം കൂടാതെ, ശത്രു ഭയത്തെ ഇന്ന് പകൽ ശാസിക്കുന്നു, രോഗത്തിൻ്റെ ഭയത്തെ ദൈവം ശാസിക്കുന്നു, അന്ധകാര മണ്ഡലങ്ങളുടെ തെർവാജകളെ ദൈവം ഇന്ന് പകൽ ബ്രേക്ക് ചെയ്യുന്നു. ഒരു വലിയ അത്ഭുതം ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിൻ്റെ മേൽ ദൈവമേ അങ്ങ് നൽകുന്നതിനായി സ്തോത്രം. അവരെ ഉറപ്പിച്ച സ്വസ്ഥതയോടെ, ബലത്തോടെ, കരുത്തോടെ, നീ യോഗത്തോടെ നിർത്തുന്നതിനായി സ്തോത്രം. അങ്ങേ ഭയപ്പെടുവാൻ, അങ്ങേ ബഹുമാനിക്കുവാൻ, അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി നിൽക്കുവാൻ തൻ്റെ ജനത്തെ ഒരുക്കുന്ന പകൽക്കാലമാക്കണമേ. അവിടുത്തെ ആത്മാവ് ഇടപെട്ടിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൻ്റെ ആമേൻ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം നിങ്ങളെ ദേശത്ത് ഉറപ്പിക്കും, ദേശത്ത് മാനിക്കും, അത്ഭുതങ്ങൾ ചെയ്യും. ഈ വചനങ്ങളെല്ലാം അവിടെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.